മോനേട്ടാ, പോസ്റ്റ് ഒന്നില്ലേ? പോലോ കുഞ്ഞേ, ഞാനൊന്ന് മാർക്കറ്റിൽ പോയിട്ട് വരാം. ശരി. ഏയ് അരുമനെ. സ്നേഹമുള്ള മോഹൻ, സുരേഷിന്റെ കല്യാണം ഉറപ്പിച്ചു. നിന്നെ അന്വേഷിച്ച് 2 പ്രാവശ്യം ഞാൻ ആളയച്ചിരുന്നു. നിന്നെയും കൂട്ടിപ്പോയി പെണ്ണിന് കാണണമെന്നായിരുന്നു സുരേഷിന്റെയും എന്റെയും ആഗ്രഹം. പക്ഷേ നീ അവിടെ ഇല്ലാതിരുന്നതിനാൽ അത് സാധിച്ചില്ല. അതുകൊണ്ട് കല്യാണം തീരുമാനിച്ച വിവരം നിന്നെ അറിയിക്കണമെന്ന് അവൻ പ്രത്യേകം ഏൽപ്പിച്ചിരിക്കുകയാണ്. കത്ത് കിട്ടിയാൽ ഉടൻ മോൻ പുറപ്പെടണം. പെൺകുട്ടിയുടെ ഫോട്ടോവും ഇതിനോടൊപ്പം അയച്ചിട്ടുണ്ട്. സ്നേഹപൂർവ്വം, അമ്മ. മോനെ, സുരേഷങ്ങളുടെ കല്യാണമാണ്, നമുക്ക് പോകണ്ടേ? വേണമച്ചാ. മോനെ, ഇതിന്റെ കൂടെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ, അതവിടെ? ഇതാച്ചാ. മോനെ, അപ്പുറത്തേക്ക് കളിക്കും. ഹലോ, റൺ ബുക്കിംഗ്. ദിസ് ഈസ് 425083. കാൾ ടു ഡൽഹി 885301. EP Mr. Suresh. Urgent. Ticket number B42. Okay. വേണ്ട, എനിക്ക് കല്യാണമേ വേണ്ട. കാരണം ചെറുക്കനെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല. നല്ല തറവാട്, അമ്മയ്ക്കൊരൊറ്റ മകൻ, നല്ല ഉദ്യോഗം. എന്താണൊരു കുറവ്? ഇനി മറ്റൊരാളുടെ ജീവിതം കൂടി നശിപ്പിക്കാൻ ഞാൻ തയ്യാറില്ല. ഓ, അത് ശരി. നിന്റെ നല്ല മനസ്സിനെ ഞാൻ ബഹുമാനിക്കുന്നു മോളെ. പക്ഷേ മറ്റൊരാളുടെ ജീവിതത്തെക്കാൾ വലുതല്ലേ നിന്റെ സഹോദരിമാരുടെ ജീവിതം? നീ ഇവർക്ക് ചേച്ചി മാത്രമാണോ? അമ്മയും കൂടിയല്ലേ? നിന്റെ വിവാഹം നടന്നില്ലെങ്കിൽ നോക്ക്, നിന്റെ 2 അനുജത്തിമാരുടെയും ജീവിതം നീ നശിപ്പിച്ചെന്ന് കരുതിയാൽ മതി. എനിക്കൊന്നേ പറയാനുള്ളൂ, നീ ഈ കല്യാണത്തിന് സമ്മതിക്കുന്ന മുഹൂർത്തമാണ് കല്യാണ മുഹൂർത്തത്തെക്കാൾ എനിക്ക് വലുത്. അഥവാ നീ സമ്മതിച്ചില്ലെങ്കിൽ നിന്റെ അച്ഛനും അനുജത്തിമാരും ജീവിതം അവസാനിപ്പിച്ചു എന്ന് കരുതിയാൽ മതി. അയ്യോ അച്ഛാ, എന്റെ അച്ഛനെ ഞാൻ ഒരിക്കലും ദുഃഖിപ്പിക്കില്ല. എന്റെ അനുജത്തിമാരെ ഈ വിവാഹത്തിന് എനിക്ക് സമ്മതമാണ്. ഹലോ, BP മിസ്റ്റർ സുരേഷിനെ കിട്ടാൻ ഒരു വഴിയുമില്ലേ? ഗീത, ഒരു കാര്യം പറയാനുണ്ട്. ഗീത, ഒരു കുടുംബത്തിന്റെ ഭാവി മുഴുവൻ
നിന്റെ കയ്യിലാണെന്ന് നിനക്കറിഞ്ഞുകൂടെ? എന്റെ വിഷമം നിനക്കറിയില്ല എന്തിരെ? എല്ലാം അറിഞ്ഞുകൊണ്ട് നീ ഇങ്ങനെ പറഞ്ഞാൽ ഒന്നും കരുതിക്കുട്ടി ചെയ്തതല്ലോ. ഈ പുതിയ ചുറ്റുപാടിൽ നീ ചിരിച്ചു കാണണമെന്നാണ് എന്റെ ആഗ്രഹം. ആഗ്രഹിച്ചാലും ചിരിക്കാനാവില്ലെന്നിരെ. ഒരു കാലത്ത് അളവില്ലാതെ ചിരിച്ചത് കൊണ്ടാവും എത്രമാത്രം ഞാൻ കരയേണ്ടി വന്നത്. ഏറ്റവും അടുത്ത കൂട്ടുകാരി എന്ന നിലയിൽ എനിക്ക് നിന്നോടൊരു അപേക്ഷയുണ്ട്. എന്താ? നിനക്കെന്നെ രക്ഷിച്ചൂടെ? എന്റെ ആദ്യ രാത്രി, ആ രാത്രി ഒരു വഞ്ചകയാവുന്നത് എനിക്കിഷ്ടമല്ല. അന്ന് ഞാൻ കാരണമില്ലാതെ ബോധം കെട്ട് തളർന്നു വീഴും. എന്റെ ഭർത്താവാകാൻ പോകുന്നു ആ നല്ല മനുഷ്യനോട് ഞാനുമായി കുറെ കാലത്തേക്ക് ബന്ധപ്പെടരുതെന്ന് ഒരു ഡോക്ടർ എന്ന നിലയിൽ നീ പറയണം. ഗീത, നീ എന്തായി പറയുന്നത്? ക്ഷമിക്കണം, എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ അത് മറ്റൊരാളെ വഞ്ചിച്ചുകൊണ്ടാവരുതെന്നേ ഉള്ളൂ. ഞാനൊരു ഡോക്ടറാണ്. മനുഷ്യരെ രക്ഷിക്കലാണ് എന്റെ കടമ, ശിക്ഷിക്കലല്ല. നീ പറയുന്നത് ചെയ്യാൻ എനിക്ക് പ്രയാസമാണ്. എങ്കിൽ ഒരു പക്ഷേ അടുത്ത പ്രഭാതം ഞാൻ കണ്ടെന്ന് വരില്ല. ഗീതേ, തീർച്ചയാണെന്നേ. അതല്ലാതെ മറ്റൊരു വഴിയും ഞാൻ കാണുന്നില്ല. നിനക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യാം. എന്താ മോനെ ഇത്? നിനക്ക് 2-3 ദിവസം മുമ്പ് ഒന്നുകൂടായിരുന്നോ? ഞാൻ ആകെ പേടിച്ചുപോയി. മോഹൻ വന്നില്ലേ? ഇല്ല, വരുമായിരിക്കും. ഞാൻ എല്ലാം വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്. ആ, നീ അകത്തേക്ക് വാ, ഒന്ന് ആഹാരം കഴിക്കും. അമ്മ പോയി കഴിയാൻ. ഹലോ, യെസ് മോഹൻ ഹിയർ. ഞാനാ സുരേഷ്. നീ എന്ത് പണിയായി കാണിച്ചത്? ഇതുവരെ പുറപ്പെട്ടില്ലേ? എങ്ങോട്ട്? അമ്മയുടെ കത്ത് ഇതുവരെ കിട്ടിയില്ലേ? കത്ത് കിട്ടി, പക്ഷെ അതുകൊണ്ട് ഞാൻ വന്നോളന്നില്ലല്ലോ. മോഹൻ, ഞാനും നീയും വളർന്നത് രണ്ടായിട്ടല്ല. ഒരു പെണ്ണിന്റെ കാര്യം വന്നപ്പോ ഞാൻ നിനക്ക് അന്യനായി അല്ലേ? നീ എന്താ ഈ പറയുന്നത്? സത്യമാണ്. ഇത്ര സില്ലിയായ ഒരു കാര്യത്തിന് നീ ഇങ്ങനെ സീരിയസ് ആയാലോ മോഹൻ? എന്ന് തന്നെ വെച്ചോളൂ. എടാ, ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു എന്നും. ഇന്ന സ്നേഹത്തിന് വലിയ അർത്ഥമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ആത്മാർത്ഥ എന്നൊക്കെ പറയുന്നത് വെറും വാക്കുകളാണെന്ന് നിന്റെ പെരുമാറ്റമാണ് എന്നെ ബോധ്യപ്പെടുത്തിയത്. മോഹൻ, ഞാൻ കൂടുതലൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കഴിയുന്നതും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടാതിരിക്കുന്നതാണ് നല്ലത്. അന്തസ്സും അഭിമാനവുമുള്ള ഒരു പോലീസ് ഓഫീസറല്ലേ നീ? നിന്റെ മാന്യത നഷ്ടപ്പെട്ടിരുന്നുണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വരരുത്. രണ്ടു ദിവസം കൂടി നിന്നിട്ട് പോയാൽ മതിയായിരുന്നു. അയ്യോ, അത് പറ്റില്ലമ്മേ. എനിക്ക് നാളെ തന്നെ പോകേണ്ട ആവശ്യമുണ്ട്. ഇവിടെ നിന്നാ ഗീതയ്ക്കും കൂടി സന്തോഷമായിരിക്കും. അതുകൊണ്ട് പറഞ്ഞതാ. സുരേഷിന്റെ അമ്മയ്ക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ഇന്നെനിക്ക് 2 ദിവസം കൂടെ നിന്നൂടെ? മടി ഉണ്ടായിട്ടല്ല അമ്മാവ, ക്ലിനിക്കിൽ ആരും ഇല്ലാത്തതുകൊണ്ടാ. സുരേഷിന് ഇന്നലെ പരിചയമില്ലല്ലോ. ഒരു ഡോക്ടറാണ്, കൂടാതെ ഗീതയുടെ വലിയ കൂട്ടുകാരി. നമസ്കാരം. ഡോക്ടർ ഇവിടെ അടുത്താണ് താമസം? അല്ല, ഞങ്ങളുടെ വീടിനടുത്താണ്. ഗീതയെ വീട്ടിൽ കണ്ടില്ലെങ്കിൽ ഉറപ്പാണ് ഇന്നലെ വീട്ടിലുണ്ടാവുമെന്ന്. അതൊക്കെ പിന്നെ പറയാം അമ്മാവ. മിസ്റ്റർ സുരേഷിനെ വിട്ടേക്ക്. അവിടെ ഒരാൾ കാത്തിരിപ്പുണ്ടെന്ന് നമ്മൾ മറന്നാലും മിസ്റ്റർ സുരേഷ് മറക്കാൻ പാടില്ലല്ലോ.
ഒന്നും കഴിച്ചില്ലല്ലോ.